ഹേ ഗൈസ്, അപ്പോൾ തുടങ്ങല്ലേ. ഇത് വിഷുവിന് തലേന്നാട്ടോ. അങ്ങനെ വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ കുടുംബണി പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അച്ഛനെ വിളിക്കാൻ പോയി. അച്ഛനെ വിളിക്കൽ കുറച്ച് ടാസ്ക്കാണേ. അവൻ നീക്കാൻ കുറച്ച് മടിയുണ്ട്. അത് കഴിഞ്ഞ് അവനെ വിളിച്ച് കൊടുന്നു. ആൾ കാര്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയാണോ ഉറങ്ങുകയാണോ എന്നറിയില്ല. കുറേ നേരം നിന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അമ്മേനെ വിളിക്കാൻ പോയിട്ടാണ്. അമ്മേനെയും കണി കാണിച്ചു. പിന്നെ ഇന്ന് ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റുകൊണ്ട് എനിക്ക് ഇന്ന് എല്ലാവരെയും വിളിച്ച് കണി കാണിക്കാൻ പറ്റിയത്. പിന്നെ അനന്തു ഇതേപോലെ ആയിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വിളിച്ചിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് വന്നു. അങ്ങനെ അവനും കണി കാണിച്ച്. പിന്നെ ഉള്ളത് അച്ഛനും അതേ വിളിച്ചപ്പോൾ വേഗം എഴുന്നേറ്റ് വന്നു. കാരണം ലേറ്റ് ആയി കിടക്കുമ്പോൾ അപ്പോൾ എല്ലാവരും വിചാരിച്ച് കുറച്ച് ടൈം എടുത്ത് എഴുന്നേക്കുള്ളൂ എന്ന്. പക്ഷെ ഞാൻ 3 മണിയാകുമ്പോഴത്തേനും എല്ലാവരും വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബണി പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ചില്ല. അവൻ എപ്പോഴാണ് എഴുന്നേൽക്കണമെന്ന് വെച്ചാൽ അപ്പോഴാണ് അവനെ കണി കാണിച്ചത്. പിന്നെ കൈനീട്ടൊക്കെ അച്ചാച്ചൻ്റെ നിന്ന് കൊടുത്തും വാങ്ങിയൊക്കെ നിന്നു. പിന്നെ പടക്കം പൊട്ടിക്കലായി. പിന്നെ അതൊരു 6 മണി 6:30 അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാലത്ത് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി എല്ലാവരും കൂടി. അപ്പോൾ ഹാപ്പി വിഷു.